ആവശ്യമുണ്ട് വിശ്വസ്തരെ. 12-ാം സങ്കീർത്തനം 1-ാമത്തെ തിരുവചനം. യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ പല ദിവസങ്ങളായിട്ട് ഭക്തന്മാരെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ദാവീദ് വിലപിക്കുകയാണ്, ഭക്തന്മാരില്ലാതെ പോകും. അടുത്തത് വിശ്വസ്തന്മാർ കുറയുന്നു. ഭക്തന്മാര് വംശനാശം ഭവിക്കുന്നു, വിശ്വസ്തന്മാര് കുറയുന്നു. ഭക്തി പൊതുവെ ദൈവത്തോടാണ്. അത് ദൈവീക ഭാഷയാണ്. എന്നാൽ വിശ്വസ്തത എന്നത് ദൈവത്തോട് മാത്രമല്ല. വീട്ടിലാണ് വിശ്വസ്തത ആദ്യം തുടങ്ങുന്നത്. അമ്മയോട്, അച്ഛനോട് വിശ്വസ്തരായ മക്കൾ. കുട്ടിപ്രായത്തിൽ അവർ പറയുന്നത് അനുസരിക്കുന്നതാണ് വിശ്വസ്തത. ഇച്ചിരൂടെ വളരുമ്പോൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നതിൽ വിശ്വസ്തത. വീണ്ടും മുന്നോട്ട് പോകുമ്പം വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യേണ്ടതാണ് എന്നറിയാവുന്നിട്ട് അത് ചെയ്യാതിരിക്കുമ്പോൾ അവിശ്വസ്തതയാണ്. ഇച്ചിരൂടെ മുമ്പോട്ട് പോകുമ്പോൾ വീട്ടിലെ പണം നമ്മുടെ കയ്യിലൊക്കെ കിട്ടുന്നത് മിസ്യൂസ്, ദുരുപയോഗം ചെയ്യാതിരിക്കുന്നത് വിശ്വസ്തതയുടെ ഭാഗമാണ്. വീണ്ടും മുന്നോട്ട് വരുമ്പോൾ ജോലി ചെയ്ത് പൈസ കയ്യിൽ കിട്ടാൻ തുടങ്ങുമ്പോൾ അത് വിശ്വസ്തതയോടെ ഉപയോഗിക്കണം. അത് ആർഭാടത്തിന് വേണ്ടിയും അനാവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കാതെ, ലഹരി പദാർത്ഥങ്ങളിലേക്ക് ആ പണം പോകാതെ വിശ്വസ്തയോടെ. ഇപ്പൊ സാമ്പത്തികത്തിൽ വിശ്വസ്ത. അത് കഴിഞ്ഞ് വിവാഹം കഴിച്ചപ്പോൾ അതൊരു ഓത്താണ്, അല്ലേ? ഒരു പ്രതിജ്ഞ എടുത്തിട്ടാണ്. ഞങ്ങൾ നടത്തുന്ന വിവാഹത്തിൽ ഭർത്താവ് ഭാര്യയോട് പറയുന്നത്, നിന്നോടും മാത്രം ചേർന്നിരുന്ന് വിശ്വസ്തത പാലിച്ചു കൊള്ളാമെന്ന്. അപ്പൊ ഭർത്താവ് എന്ന നിലയിൽ വിശ്വസ്തത. ഭാര്യ പറയുന്നു, അങ്ങയോടും മാത്രം ചേർന്നിരുന്ന് വിശ്വസ്തത പാലിച്ചു കൊള്ളാമെന്ന്. അപ്പോൾ ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും വിശ്വസ്തരായിരിക്കുകയാണ്. തീർന്നില്ല. ഞാൻ ഇന്നലെ ഒരു സന്ദേശം കേട്ടു. പോളിനെ ഹിസ്റ്ററി പഠിപ്പിക്കുന്നയാള് പോളിന്റെ ഹിസ്റ്ററി ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. പോളിനെ ഹിസ്റ്ററി പഠിപ്പിക്കുന്നയാള് പോളിന്റെ ഹിസ്റ്ററി ഒന്ന് പഠിക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം ചെയ്ത് രോഗിയായ അപ്പനെ രാവിലെ എഴുന്നേറ്റ് കുളിപ്പിച്ച് ഭക്ഷണം വാരിക്കൊടുത്തിട്ട്, കിടപ്പ് രോഗിയായ അമ്മയെ ശുശ്രൂഷിക്കാനുള്ള സഹോദരിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട്, സ്വന്തം തുണി തേച്ച് വൃത്തിയാക്കി, സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കിയോ കിട്ടിയോ വിളമ്പിയോ കഴിച്ചിട്ട്, ഹോംവർക്ക് ചെയ്തോ ചെയ്യാതെയോ വീടും പരിസരവും വൃത്തിയാക്കിയിട്ട് ഒരു സൈക്കിളോ എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് അതിവേഗം സ്കൂളിലേക്ക് എത്തുമ്പോഴേക്കും 5 മിനിറ്റ് വൈകി. ഹിസ്റ്ററി പഠിപ്പിക്കാൻ വന്ന തോമസ് സാറ് ഇവനെ എന്നും വഴക്ക് പറഞ്ഞ് പരസ്യമായിട്ട് കളിയാക്കും. ഒരു ദിവസം തോമസ് സാറ് അല്പം വൈകി. അദ്ദേഹം വൈകി സ്കൂട്ടറെ വരുമ്പോൾ അദ്ദേഹം തൻ്റെ അമ്മയെ ഒരു വീൽ ചെയറിൽ ഉന്തിക്കൊണ്ട് ഒരു ഹോസ്പിറ്റലിലാക്കിയിട്ട് സ്കൂളിലോട്ട് വരാനായിട്ട് പോവുക. അത് ഈ മനുഷ്യൻ സ്കൂട്ടറെ നിർത്തി കണ്ടു.
അയാളുടെ ചങ്ക് തകർന്നു. അയാൾ സ്കൂളിൽ പോയി. ഓള് അമ്മയെ ഹോസ്പിറ്റലിലാക്കിയിട്ട് അന്ന് വന്നത് 15 മിനിറ്റ് വൈകിയ. സാർ അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ വഴക്ക് പറഞ്ഞതിൽ ഞാൻ ഖേദിക്കുന്നു. നീ മൂല്യബോധമുള്ള കുട്ടിയാണ്. നിന്നെപ്പോലൊരാളെ പഠിപ്പിച്ചതിൽ എനിക്ക് അഭിമാനം. വിശ്വസ്തനായ ഒരു അധ്യാപകൻ. ഞാൻ ഇന്നലെ കേട്ട ഒരു സന്ദേശം. ഒരാളതിന് അടിക്കുറിപ്പ് എഴുതിയിരിക്കുകയാണ്, ഒരു 3 മിനിറ്റ് ഉള്ളൂ, ഇതൊന്ന് കേൾക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ വലിയ വിമർശനമാണോ നല്ലതാണോ ചീത്തയാണോ അറിയാൻ കേട്ടതാ. പോളിനെ ഹിസ്റ്ററി പഠിപ്പിക്കുന്നവൻ പോളിൻ്റെ ഹിസ്റ്ററി ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. വിശ്വസ്തരായ അധ്യാപകർ, വിശ്വസ്തരായ മന്ത്രിമാർ, വിശ്വസ്തരായ IAS ഓഫീസേഴ്സ്, വിശ്വസ്തരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, വിശ്വസ്തരായ ജവാന്മാർ, അവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നതിനാൽ എത്ര നല്ലതാണ്. ആരെങ്കിലും ഒരാൾ അവരുടെ ജോലിയിലോ രാഷ്ട്രീയത്തിലോ പൊതുപ്രവർത്തനത്തിലോ അവിശ്വസ്തരായി കാണുന്നെങ്കിൽ ഈ വാക്യം ഓർക്കുക, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കും. ഇത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിങ്ങളോ ഞാനോ, വാട്ട് അബൌട്ട് യു? നമുക്ക് കുറച്ചുകൂടെ വിശ്വസ്തരാ. ഫെയ്ത്ത്ഫുൾ എന്നാണ് ആ വാക്കിൻ്റെ ഇംഗ്ലീഷ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.